friends, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നൊരു പുതിയ കേക്കോട്ടാണ് വന്നിരിക്കുന്നത്. മാർബിൾ കേക്കാണ്. നമ്മൾ രണ്ട് ടൈപ്പുള്ള കേക്ക് ഉണ്ടാക്കി കണ്ടു. എല്ലാവരും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിച്ചു, കേക്ക് കാണിച്ചിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഈ കേക്കും കൂടി നിങ്ങൾ ഉണ്ടാക്കണം. ഇതും ഇഡ്ഡലി പാത്രത്തിനകത്താണ് ഉണ്ടാക്കുന്നത്. നല്ലതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഈസി മെത്തേഡാണ്. മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് മൈദ, ഇതേ ഗ്ലാസ്സിന് തന്നെ 3/4 കപ്പ് പഞ്ചസാര, സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് എണ്ണ, സൺഫ്ലവറാണ് വേണ്ടിയത്, 3 മുട്ട, അതിലിടാൻ ആവശ്യമായ ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, 4 ഏലക്ക, 2 ഗ്രാമ്പൂ, പൈനാപ്പിൾ എസൻസ്, ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ, ചെറിയ സ്പൂണിനെ എടുക്കാവും, അല്ലെങ്കിൽ സോഡാപ്പൊടിയുടെയൊക്കെ ഭയങ്കര കുത്ത് ചവയായിരിക്കും. 1 പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കുക, 1 പിഞ്ച് ഉപ്പ്, 1 സ്പൂൺ നാരങ്ങാനീര്, പഞ്ചസാര, ഏലക്ക, ഗ്രാമ്പൂ മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കുക. തൊലി കളഞ്ഞിട്ട് വേണം പൊടിക്കാൻ. മൈദയും ബേക്കിംഗ് പൗഡർ, സോഡാ പൗഡർ ചേർത്ത് നല്ലതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 മുട്ട മിക്സിയിലൊഴിച്ച് നല്ലതുപോലെ അടിക്കുക. നിർത്തി നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം മുട്ട. മുട്ട അടിച്ചതിന് ശേഷം പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര മുട്ടയിലോട്ട് അടിക്കുക. മൂന്ന് മുട്ട മിക്സിയിൽ അടിച്ചതിന് ശേഷം പഞ്ചസാര അതിലിട്ട് വീണ്ടും അടിച്ചു. അതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അര ഗ്ലാസ് ഉണ്ട്. അത് അതിലോട്ട് ഒഴിച്ച് അടിക്കുക. അര ടീസ്പൂൺ നാരങ്ങ നീര് അതിലേക്ക് ഒഴിക്കുക. 1 പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ഇടുക. എസൻസും അതിലേക്ക് ഒഴിക്കുക. ഒരടപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീണ്ടും എല്ലാം ഒന്നും കൂടെ അടിക്കുക. അടിച്ചെടുത്ത കൂട്ടാണിത്. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കുക. അടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര മുട്ട മിശ്രിതത്തിലേക്ക് നമ്മൾ മൈദ മാവ് കുറേശ്ശെ ഇട്ട് കുറേശ്ശെ ഇടണം. അടിച്ചെടുക്കണം. ലെഗ് ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. പുറകോട്ട് വിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിക്കരുത്. ഒരു സൈഡിലോട്ട് മാത്രമേ കറക്കാവൂ. ഒരു സിമ്പിൾ കേക്കാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സൈഡിലോട്ട് മാത്രമേ മാവ് കലക്കാവൂ. മാവ് കലക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ശരിയായി വരുമെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. മാവ് ഇങ്ങനെ ഒടിഞ്ഞ് വീഴണം. നമ്മൾ പഞ്ചസാരയിൽ ഏലക്കയിട്ട് പൊടിക്കുമ്പോൾ അതിൻ്റെ തൊലി ഉപയോഗിക്കാതിരിക്കുക. കൂട്ട് റെഡിയായി. കണ്ടില്ലേ, നല്ലതുപോലെ മാവ് റെഡിയായിട്ടുണ്ട്. കേക്കിൻ്റെ കൂട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നിൽ നമ്മൾ ക്യാരമൽ ഒഴിക്കാൻ പോവുകയാണ്. ക്യാരമൽ ഉണ്ടാക്കുന്ന രീതി പ്ലം കേക്കിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു തരാം. 4 സ്പൂൺ പഞ്ചസാര ഒരു തവയിലിട്ട് ചൂടാക്കുക. വെള്ളമൊന്നും അന്നേരം ഒഴിക്കരുത്. നല്ലോണം ചൂടാക്കുമ്പോൾ അതങ്ങ് ഉരുകി നല്ല പതഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് വരും. നല്ല ബ്രൗൺ കളറാകുമ്പോൾ എന്ന് വെച്ചാൽ കരിക്കരുത്. ഒരു കയ്പ്പായിരിക്കും. പിന്നെ അതിലോട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് തണുക്കുമ്പോൾ ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ച് വെച്ചേക്കണം. അതാണ് ഇതിനകത്തോട്ട് ഒഴിച്ചത്. കണ്ടില്ലേ, ഇപ്പം 2ഉം 2 കളറായി. ഇനി നമുക്ക് പാത്രത്തിൽ ഒഴിക്കുന്ന രീതി. ടിന്നിലോട്ട് പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാത്തൊരു നല്ല പ്ലെയിൻ പേപ്പർ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതൊന്ന് കാണുക. ഇനി മാവ് ആദ്യം ബ്രൗൺ കളർ അതിലോട്ട് ഒഴിക്കാം. ബ്രൗൺ കളർ കുറച്ചൊഴിച്ചു. അടുത്ത വെള്ള കേക്ക്, അടുത്ത വെള്ള ബാറ്റർ ഒഴിക്കുകയാണ്.
അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ബ്രൗൺ കളർ ഒഴിക്കും. ബാറ്റർ കേക്ക് ടിന്നിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കണം. കേക്ക് ടിന്നിൽ ലെയറായിട്ടാണ് ബാറ്റർ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോട്ട് ആക്കാം. ഇഡ്ഡലി പാത്രം ചൂടായി കിടക്കുകയാണ്, വെക്കാം. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇഡ്ഡലി പാത്രത്തിലോട്ട് വയ്ക്കാം. ഇഡ്ഡലി പാത്രത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതിൽ റിങ്ങും വെച്ചിട്ടുണ്ട്. ഉപ്പ് ഞാൻ 3-4 കേക്ക് ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ കേക്കെല്ലാം പ്ലം കേക്കും മറ്റേ നോർമൽ കേക്കും എല്ലാം ഇതിനകത്താണ് ഉണ്ടാക്കിയത്. ആ ഉപ്പ് തന്നെയാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. അതിലോട്ട് നമുക്ക് ഈ ടിന്ന് ഇറക്കി വയ്ക്കാം. 45-50 മിനിറ്റോളം ഇരിക്കണം. 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കണം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഓഹോ, കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കിയാൽ പിടിക്കുന്നില്ല. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കേക്കാണ്. നല്ല സ്പോഞ്ച് മാതിരി ഇരിക്കുകയാണ്. അടിപൊളി മാർബിൾ കേക്ക് റെഡി. അപ്പോൾ നല്ല മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല നല്ല റെസിപ്പികളൊക്കെ കാണാൻ പറ്റും. നന്ദി, നമസ്കാരം.